ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ ആശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളവൽക്കരണ അതിജീവനത്തിന് സ്വദേശം. നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായ ആ ഘട്ടത്തിൽ ആരംഭിച്ചതാണ് അതിജീവനം. നമ്മള് അതിനോട് സമരം ചെയ്യല്ല. സമരത്തിന് പല മുഖങ്ങളുണ്ട്. ആ ഒരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഒരു മുഖമുണ്ട്. അതായത് അക്രമരഹിതമായിട്ടുള്ള ഒരു സമരം. അപ്പൊ അതിന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പരിശീലനം ആദ്യത്തേത് എന്ന് പറയുന്നത് സോപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ലോഗൻ തന്നെ അന്നൊപ്പ് ഇന്ന് സോപ്പ്. അന്നൊപ്പ് ഇന്ന് സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി എടുത്ത ഏറ്റവും വലിയൊരു ആയുധമായിരുന്നു ഉപ്പ് കുറുക്കൽ. ഇന്ന് മൾട്ടിനാഷണൽ നമ്മളെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്നത് സോപ്പിലൂടെ. അപ്പൊ ഇന്ന് സോപ്പിലൂടെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സോപ്പ് ഒരു സമര ആയുധമാക്കി മാറ്റിക്കൊണ്ടൊരു ഈ ആഗോളവൽക്കരണത്തിന് അതിജീവനത്തിന്. ആഗോളവൽക്കരണം യാഥാർത്ഥ്യമാണ്, അതിനകത്ത് നമുക്ക് വിട്ടുപോകാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതല്ലാണ്ട് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് തേക്കണം, നമ്മൾ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ മൾട്ടിനാഷണൽസിനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോ കൊടുക്കാതെ ആ ഒരു കോൺസെപ്റ്റിനുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം 25 വർഷമായിട്ട് ഇതിനു വേണ്ടി കേരളത്തിന് വെളിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ്. ഇതിന്റെ അമരത്തിരിക്കുന്നത് ഡോക്ടർ ജേക്കബ് പുളിക്കൻ ഡയറക്ടറും ഡോക്ടർ മാത്യു ടി ഫിലിപ്പാണ് ഇതിന്റെ ചെയർമാൻ. ഇവരെ രണ്ടാളുടെ നേതൃത്വത്തിൽ ഞങ്ങളെ കുറച്ച് ആൾക്കാർ എന്താ പറയാ ആ ഒരു ആശയത്തിൽ താല്പര്യരായി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ട്രെയിനിങ് കൊടുത്ത കിട്ടുന്നവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പൊ നല്ല പ്രോഡക്റ്റ് അവരുടെ നമ്പർ കൊടുത്ത് അവർക്ക് ഡയറക്റ്റ് വാങ്ങാവുന്ന രീതിയിലേക്ക് അവരെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അത് കൊണ്ടുവന്ന് എക്സിപ്റ്റ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് നമ്മൾ ഈ ട്രെയിനിങ്ങിനെ മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന 3 ഘടകങ്ങളാണ് ചേർത്ത് ചെയ്യുന്നത്. 1 ഉൽപ്പന്ന നിർമ്മാണം പരിശീലനം, 2 ഉൽപ്പന്ന പ്രദർശനം, 3 സെമിനാറുകൾ. സെമിനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദഗ്ധരെ കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ. അങ്ങനെയുള്ള 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഗുണങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് ഈ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന. ഇതാണ് നമ്മള് അതിന്റെ 26ാം വർഷത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പേര് വിനിരാജ്, VINIRAJ, വിനിരാജ് എന്നാണ്. കോഴിക്കോട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഈ സ്വദേശിയുടെ തുടക്കം തൊട്ടിട്ട് ഇതിനകത്തായിട്ട് പ്രൊഫഷണലിരിക്കുന്ന ഒരു ട്രെയിനറും ഇതിന്റെ കോർഡിനേറ്ററും ഒക്കെയാണ്. സ്വദേശി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഡോക്ടർ ജേക്കബ് യോഗ അധ്യക്ഷൻ ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ മാത്യു ഫിലിപ്പ്, ഈ സ്വദേശി ഫെസ്റ്റിവൽ 32 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വദേശി ഫെസ്റ്റിവൽ കേരള ഗാന്ധി സ്മാരകത്തിലെ ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ, ദേശീയ ബാലതരംഗത്തിലെ ചെയർമാൻ അഡ്വക്കേറ്റ് T ശരത്ചന്ദ്ര പ്രസാദ്, നമ്മുടെ YMCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ബെൻസി തോമസ്, നമ്മുടെ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിലെ സെമിനാർ പരിപാടി അതിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരള ഗാന്ധി സ്മാരകത്തിന്റെ ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ, എന്റെ ഗുരുനാഥനാണ്. അതുപോലെ തന്നെ ഈ ഗാന്ധി ലംഘവുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിലെ ഈ ആശയം ജനങ്ങളിലെത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ
അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കുറച്ചു പേർക്കെങ്കിലും പരിചയം ഉണ്ടാകാം. ഞാൻ കൃത്യമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. തികച്ചും അസാധ്യമായ ഒരു പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ചെയ്യുന്നു തിരുവനന്തപുരം YMCയുടെ ചെറുപ്പക്കാരനായ വൈസ് പ്രസിഡന്റ്, വളരെ ശാന്തനായി ഞങ്ങളോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബെൻസി തോമസ്. ഞാൻ പോലും ഉദ്ദേശിച്ചില്ല ബെൻസി സാധാരണഗതിയില്ല. അപ്പൊ ആ ഒരു സ്ഥാനത്ത് വൈസ് പ്രസിഡന്റായിട്ടേക്ക് എത്തുക എന്നുള്ളത് ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. ബെൻസി തോമസിനെ നിങ്ങളുടെ എല്ലാവർക്കും കൃത്യമായിട്ട് സ്വാഗതം ആശംസിക്കാം. നമ്മുടെ ഗാന്ധിഗ്രാം സർവകലാശാലയുടെ രജിസ്ട്രാറായിരുന്ന സൂര്യകാന്തി മാഡം, അടുത്തത് മറ്റൊരു പ്രവർത്തന മേഖലയിലെ ശാന്തിഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ ചപ്പാത്തിൽ. ഒരു വ്യത്യസ്തമായ മേഖലയിൽ കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് സഹകാരിയായിട്ട് പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കർമ്മമണ്ഡലം സ്വദേശി തന്നെയാണ്. അതിനുള്ള സമയം ഞാൻ വേറെ ഒന്നും കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി ദർശനത്തിന് ഞാൻ ഉണ്ടാക്കിയിരുന്ന പ്രധാനമായിട്ട് എനിക്ക് ഇട്ടേക്കുവാൻ പറ്റിയതാണ്. ഗാന്ധി ദർശനം സ്വദേശിയും ഈ രണ്ട് പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി ഒരു പരിപാടി ഉള്ളൂ. അതുകൊണ്ട് സ്വദേശിയുടെ പരിശീലന 25 വർഷമാവുന്നു സ്വദേശി തുടങ്ങിയിട്ട്. അതായത് നമ്മൾ ആഗോളവൽക്കരണം വന്നപ്പോൾ അമർത്യാസൻ പോലും പറഞ്ഞിട്ടുള്ള നമുക്കതിനെ അതിജീവിക്കാൻ ഒക്കില്ല, സഹിച്ചേ പറ്റൂ. അന്നാണ് നമ്മളെ പൊളിക്കൻ സാറിൻ്റെ നേതൃത്വത്തിൽ സ്വദേശി സോപ്പ്, പണ്ട് ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് ഉപ്പ്, അതിന് പകരം ഇന്ന് സോപ്പെന്നും പറയുന്നത് ഈ സ്വദേശി അത് ആഗോളവൽക്കരണത്തിൽ അത് ആ ബോർഡുണ്ടാവും. അതായത് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ചെറുക്കാൻ കഴിയും എന്നുള്ള ഒരു സിംബോളിക്കായിട്ടാണ് ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ്. അതിന്റെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഗാന്ധി സെന്റർ ഫോർ അല്ലെങ്കിൽ സ്വദേശി ഈ എന്താണ് ഇത് സോപ്പ് ഉണ്ടാക്കാൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി. അപ്പം മുമ്പ് കേരളം ഒട്ടുക്ക് ട്രെയിനിങ് നടത്തുമായിരുന്നു. ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ എല്ലാ ജില്ലയിലും നടത്തുള്ളൂ. ഞാനിതിൻ്റെ എറണാകുളത്തിൽ തന്നെ പഠിച്ചു. അപ്പോൾ എനിക്കിത് നമ്മളെ കുട്ടികളെങ്കിലും ഇതിലോട്ട് വരണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാനിതിനു വേണ്ടി എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി കേരളം ഒട്ടൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. വണ്ടിക്കൂലി പോലും മേടിക്കില്ല. അവരൊക്കെ വേണമെങ്കിൽ റിഫ്രഷ്മെൻറ്റ് ഞാൻ മേടിച്ചു, കാരണം ഇത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് വന്നു. ഇപ്പോൾ അത് സോപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫുഡിൻ്റെ ചക്ക മടലിൽ നിന്ന് ജെല്ലി ഉണ്ടാക്കാം. അപ്പോൾ 2002 ഞങ്ങൾ പറഞ്ഞത് ചക്കയുടെ മടലിൽ നിന്ന് ജക്കാലിൻ എന്നുള്ള ഒരിത് ക്യാൻസറിനെ ചെറുക്കുമെന്ന്. ഇപ്പോഴാണ് പിന്നെ WHO അവരൊക്കെ ശരിയാണ്. ഞങ്ങളിത് 2002 പറഞ്ഞു. ചക്ക മടലിൽ നിന്നുള്ള അതെടുത്ത് ജെല്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോക്ലേറ്റ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് കൊടുത്ത് ഇത് കുറേശ്ശെ മിഠായി പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ക്യാൻസർ വരില്ല. വിൽപ്പനയിലും നല്ല ഇത് ഹോപ്പുള്ള ഒരിതാണ്. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരുപാട് പണ്ട് മഴവെള്ള സംഭരണിയുടെ ഇതുണ്ടായിരുന്നു.
പിന്നെ കുടയുടെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരു 13 സൈസ് ക്ലാസ് ഇപ്പം നടക്കുന്നുണ്ട്. ഇതിന് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്, അതായത് നാടൻ പശുവിൻ്റെ ചാണകം കൊണ്ട് നമുക്ക് കൃഷി ഇടക്കാം. കാരണം ഗ്ലോബൽ വാർമിംഗ് ചെറുക്കണമെന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ നിലവിൽ കൃഷിയുണ്ടോ അപ്പോൾ ഇവിടെ? കൃഷി ഞാനിപ്പോൾ മില്ലറ്റ് കൃഷി വീട്ടിൽ ചെയ്തു. ഏതൊക്കെ മില്ലറ്റ്സ് ചെയ്തോണ്ടിരിക്കുന്നത്? മണിച്ചോളമാണ് ചെയ്തത്, അതായത് ഇതിൽ ചെടിച്ചട്ടിയിൽ. എന്നിട്ട് കൊണ്ടുവരാനായിട്ട് എനിക്കാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഞാനത് ചെയ്തു വിജയിച്ചു കഴിഞ്ഞു. അടുത്തത് എന്നെ തുടങ്ങണമെന്നുള്ള ഒരു ഇതാണ്. അതായത് പാവപ്പെട്ടവൻ്റെ ഇപ്പം മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഈ വർഷം മില്ലറ്റ്സ് വർഷമായിട്ടല്ലേ ആദ്യം? മില്ലറ്റ് 23 കഴിഞ്ഞ മില്ലറ്റ്. എന്നെ സംബന്ധിച്ച് 24 മില്ലറ്റ് വർഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇനി മില്ലറ്റിൻ്റെ ക്ലാസ്, കൃഷിയുടെ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ കൃഷിയുടെ ക്ലാസ് അവസാനമല്ലേ? മില്ലറ്റിൻ്റെ അവസാനമാണ്. കൃഷിയുടെ ക്ലാസ് 24-25 ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ എറണാകുളമാണ് പോയിട്ട് കൃഷിയുടെ ക്ലാസ്സിന് ഞാൻ വരും. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് അശോകൻ. എന്തെങ്കിലും സാറിൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് പറയുമോ? മൊബൈൽ നമ്പർ 799469507 ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനോട് അങ്ങ് അഡിക്റ്റ് ആയതുകൊണ്ട് എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ വന്നു. അപ്പം 3-4 ദിവസം ഇവിടെ കാണും. ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ സാറിന് അവർ
കല്ലുപൊടി ഇത് 3 ഇത് നിങ്ങൾക്ക് എത്ര നേരം ഇങ്ങനെ ഇരിക്കാം, എത്ര നേരമാണ് 24 മണിക്കൂർ വരെ ഇങ്ങനെ ഇരിക്കാം, അതിനിടയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ 4 മണിക്കൂറാണ് ഇത് തണുക്കാൻ പറയുന്നത്. 4 മണിക്കൂർ കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ ഇത് ഉപയോഗിക്കണം. പ്രക്രിയ ആരംഭിക്കും. സഫോണിഫിക്കേഷൻ എന്ന് പറയും, സോപ്പീകരണം എന്ന് പറയും. സോപ്പീകരണം തുടങ്ങാൻ പോവാണ്, ഇത് ഒഴിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമ്മൾ ഇതെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അപ്പൊ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കുന്നത് ഓക്കെ. ആന്റി ക്ലോക്കിലാണ്, ആന്റി ക്ലോക്ക് 2 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സഫോണിഫിക്കേഷൻ നശിപ്പിക്കരുത്. ഇപ്പൊ ചൂടൊന്നുമില്ല, ഒഴിക്കട്ടെ. കോസ്റ്റിക് സോഡ